അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്, ഇപ്പോൾ നടക്കുന്ന ഈ വിജിലൻസ് അന്വേഷണത്തിൽ, ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഇപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ ആധികാരികമായ രേഖകളടക്കം കണ്ടെത്തി ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയാണെങ്കിൽ തീരുന്ന ആശങ്കകളെ ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് ഉള്ളോ? അല്ല, ഒരിക്കലും അല്ല. നോക്കൂ, ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെട്ടു എന്നത് ഇനി ആർക്കും നിഷേധിക്കാൻ കഴിയാത്തൊരു സംഗതിയാണ്. 1999 തന്നെ വിജയ് മല്യ സ്വർണം പൂശിയത് പോലുമല്ല, ഗോൾഡ് ക്ലാഡിംഗ് ആണ് നടത്തിയത്, ഗോൾഡ് പ്ലേറ്റിംഗ് അല്ല. ചെമ്പിൻ്റെ മോൾഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കനം കുറഞ്ഞ സ്വർണത്തിൻ്റെ തകിട് പിടിപ്പിക്കുന്ന സ്വർണം പൊതിയലാണ് അവിടെ നടത്തിയിട്ടുള്ളത്. അന്നത്തെ മേൽനോട്ടക്കാരനായിരുന്ന സെന്തിൽനാഥ് പറയുന്നത് മൊത്തം ശ്രീകോവിലിന് 30 കിലോ സ്വർണവും ഈ ദ്വാരപാലക ശില്പങ്ങൾക്ക് 2.5 കിലോ സ്വർണവും ഈ പറയുന്ന പൊതിയലിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ സ്വർണം പൊതിഞ്ഞിരുന്ന ശ്രീകോവിൽ തന്നെ രണ്ടാമത് സ്വർണം പൊതിയാൻ വേണ്ടി 2019 ഒരു ഉത്തരവ് ഇറക്കുകയും അത് കേവലം ചെമ്പുപാളികളാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് കൊടുത്തയക്കുകയും ചെയ്യുകയും മറ്റൊരു പുതിയ ഹൈദരാബാദിൽ നിർമ്മിച്ചിട്ടുള്ള പുതിയ ചെമ്പുപാളികൾ ഈ പറയുന്ന സ്വർണം പൊതിയാൻ വേണ്ടി ചെന്നൈയിൽ എത്തിക്കുകയും അത് സ്വർണം പൊതിഞ്ഞ് തിരിച്ചെത്തിക്കുകയും ചെയ്തപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള വഹകൾ ഇപ്പോഴും തിരിച്ചു വന്നിട്ടില്ല എന്നും 6 കൊല്ലമായിട്ട് അത് മിസ്സിംഗ് ആണെന്നും ഇതിനോടകം തന്നെ അത് നഷ്ടപ്പെട്ടിരിക്കാമെന്നുള്ള സ്വാഭാവിക അനുമാനത്തിൽ നമുക്ക് എത്താം. ഇനി ഇതിൻ്റെ കുറേ കണക്കുകളോ കാര്യങ്ങളോ ഒക്കെ സമർപ്പിച്ച് കണക്ക് ശരിയായി എന്ന് പറയുന്നത് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട രജിസ്റ്ററുകൾ മുഴുവൻ മിസ്സിംഗ് ആണെന്നുള്ളതാണ് 17-ാം തീയതിയിലെ വിധിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നത്. പർപ്പസ്ഫുള്ളി ഇതുമായി ബന്ധപ്പെട്ട രജിസ്റ്ററുകൾ മുഴുവൻ മൂടി വെച്ചിരിക്കുകയാണ്. അതായത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം 1999 വിജയ് മല്യ എത്ര സ്വർണ്ണമാണ് ഉപയോഗിച്ചത് എന്ന് ആധികാരികമായി പറയാൻ ഒരു രേഖയും അവരുടെ കൈവശത്തിൽ ഇപ്പോഴും ഇല്ല. അതുകൊണ്ടാണ് ഒരു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന ധൈര്യത്തോട് കൂടിയിട്ട് അവിടെ സ്വർണ്ണമേ ഉണ്ടായിരുന്നില്ല, അത് കേവലം ചെമ്പാണ് എന്ന് പറയാൻ പറ്റുന്നത്. അന്നത്തെ ചിത്രങ്ങൾ കാണിക്കുന്നത് കൃത്യമായി സ്വർണം തന്നെയായിരുന്നു അവിടെ നിന്ന് അഴിച്ചു മാറ്റിയത് എന്നുള്ളതാണ്. ആ 18-ാം പടിയിൽ സ്വർണം പൊതിഞ്ഞിട്ടുണ്ട്, ശ്രീകോവിലിന്റെ മുകളിൽ സ്വർണം പതിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും 20 കൊല്ലം കൊണ്ട് ഇത്രയും ആൾക്കാർ ചവിട്ടി കയറിയിട്ട് പോലും ഈ 18-ാം പടിയിലെ സ്വർണം പോലും ഇല്ലാണ്ടേ ആയിട്ടില്ല. എന്നാൽ ഇത്രയൊന്നും ആളുകളുടെ കരസ്പർശം പോലും ഏൽക്കാൻ സാധ്യതയില്ലാത്ത ഈ ദ്വാരപാലക ശില്പങ്ങളുടെ മേലെ ഉണ്ടായിരുന്ന ഇത്രയും കനമുള്ള സ്വർണം എങ്ങനെ 20 കൊല്ലം കൊണ്ട് പൂർണ്ണമായിട്ട് തേഞ്ഞു മാഞ്ഞു പോയി എന്ന ചോദ്യത്തിന് ഇവർക്ക് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ പറയുന്നത് എന്താണ്, അത് ചെമ്പായിരുന്നു, അത് സ്വർണമേ അല്ല എന്നുള്ള ഒരു പുതിയ വിചിത്രമായിട്ടുള്ള വാദമാണ്. ഇത് തെറ്റാണെന്ന് തെളിയിക്കണമെങ്കിൽ എന്ത് വേണം? 2019 മുൻപ് ഉണ്ടായിരുന്ന രേഖകൾ കാണിക്കേണ്ടി വരും. എന്നാൽ ഇൻവെന്ററി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പീഠം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഈ തിരുവാറന്മുളയിലും അതേപോലെ തന്നെ ശബരിമലയിലുള്ള സ്ട്രോങ് റൂമുകൾ പരിശോധിച്ചിട്ടുള്ള സംഘം കണ്ടെത്തിയിട്ടുള്ള കാര്യം അവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കണക്കും ഇല്ല എന്നുള്ളതാണ്. 99 മുതൽ വന്നിട്ടുള്ള സ്വർണത്തിന്റെ കണക്ക് എത്രയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു രജിസ്റ്ററും ഇല്ല. ഉള്ള രജിസ്റ്ററിൽ തന്നെ പേജുകൾ മിസ്സിംഗ് ആണ്. സ്വർണ്ണമൊക്കെ ചാക്കിൽ കൂട്ടിയിട്ട നിലയിലാണ് അവിടെ കാണപ്പെടുന്നത്. ഇങ്ങനത്തെ എന്താണ് ഒരു കെടുകാര്യസ്ഥതയും അനാസ്ഥയുമാണ് അവിടെ നിലനിൽക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഈ നടക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡിന് മാധ്യമങ്ങളുടെ മുന്നിൽ പറയേണ്ടതില്ലാത്തത് കൊണ്ട് മറച്ചു വെക്കുന്നതല്ല, അല്ലെങ്കിൽ പറയേണ്ടതില്ലാത്തത് കൊണ്ട് പറയാതിരിക്കുന്നതല്ല, ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട ആധികാരിക രേഖകൾ സഹിതം അവിടെ സംഭവിച്ചത് എന്താണ് എന്ന് വ്യക്തമാക്കാൻ ദേവസ്വം ബോർഡിന് കഴിയില്ല എന്നാണോ BJP വിചാരിക്കുന്നത്? തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഒന്നാമത് ഈ പറയുന്ന ദേവസ്വം വിജിലൻസ് ആണോ ഇങ്ങനത്തെ ഒരു കാര്യം അന്വേഷിക്കേണ്ടത്? ദേവസ്വം വിജിലൻസിന് FIR ഇടാനോ കേസെടുക്കാനോ ആളുകളെ അറസ്റ്റ് ചെയ്യാനോ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് കടക്കാനോ ഒന്നും സാധിക്കില്ല. അത് ഒരു കേവല ഉദ്യോഗസ്ഥ സംവിധാനം മാത്രമാണ്. അവർക്ക് ഇത്തരം കാര്യങ്ങളെ പറ്റി പഠിച്ചിട്ട് റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളതിൽ കവിഞ്ഞിട്ടുള്ള അധികാരങ്ങളൊന്നുമില്ല. എന്നാൽ ഇവിടെ മിസ്മാനേജ്മെന്റിന്റെയോ മിസ്പ്ലേസ്മെന്റിന്റെയോ പ്രശ്നമല്ല, ഇത് ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷന്റെ പ്രശ്നമാണ്. അവിടെ നടന്നിട്ടുള്ളത് തെഫ്റ്റാണ്, മോഷണമാണ്. ദേവന്റെ സ്വത്ത്, വിശ്വാസികൾ വിശ്വസിച്ച് സമർപ്പിച്ചിട്ടുള്ള സ്വത്ത്, അത് എന്താണ് ഹൈക്കോടതിയുടെ വിധിയിൽ എന്താ പറയുന്നത്? ഡെലിബറേറ്റ്ലി ഇത് ഗോൾഡ് ക്ലാഡ് ആയിട്ടുള്ള പ്ലേറ്റ്സിനെ കോപ്പർ പ്ലേറ്റ്സ് എന്ന് എഴുതി എന്നാണ് ഹൈക്കോടതി കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് സ്വർണം പൊതിഞ്ഞിട്ടുള്ള പ്ലേറ്റുകളായിരുന്നു. എന്നാൽ ദേവസ്വം രേഖകളിലും മഹസറുകളിലും ഇത് ചെമ്പ് എന്ന് മനഃപൂർവ്വം എഴുതി വെച്ചു. അങ്ങനെ ചെയ്തത് എന്തിനാണ്? കാരണം സ്വർണം പൊതിഞ്ഞിട്ടുള്ള സംഗതി വീണ്ടും സ്വർണം പൂശാൻ പറ്റില്ല. അപ്പോൾ ഇത് സ്വർണം പൂശാൻ വേണ്ടി ഇവിടുന്ന് പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ട് ഇത് സ്വർണമേ അല്ല എന്നുള്ളൊരു നിലപാട് ദേവസ്വം തന്നെയാണ് സ്വീകരിക്കുന്നത്. ഈ മഹസർ തയ്യാറാക്കുന്നത് ഇഷ്ടം പോറ്റിയല്ല. നടന്നു എന്ന് കോടതി തന്നെ കണ്ടെത്തിയ സ്ഥിതിക്ക് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം പര്യാപ്തമല്ല എന്നുള്ളതാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം.